നമസ്കാരം. ആധുനിക T20 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച T20 ബാറ്റർമാരിൽ ഒരാളാണ് ദക്ഷിണാഫ്രിക്കയുടെ ഹെൻറിച്ച് ക്ലാസൻ. വിക്കറ്റ് കീപ്പർ ബാറ്ററായ ക്ലാസൻ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കെൽപ്പുള്ള താരം കൂടിയാണ്. മധ്യനിരയിൽ അടിച്ചു തകർത്ത് കളിക്കുന്ന ക്ലാസൻ നിലവിൽ ഇന്ത്യൻ പരമ്പര കളിക്കുകയാണ്. ഭേദപ്പെട്ട ഫോമിലാണ് ക്ലാസൻ കളിക്കുന്നത് എങ്കിലും വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല. വരുന്ന 2 മത്സരങ്ങളിലും ക്ലാസനിൽ നിന്ന് തകർപ്പൻ പ്രകടനം പ്രതീക്ഷിക്കാം. അതിവേഗത്തിൽ റൺസ് എടുക്കാൻ ശേഷിയുള്ള താരമാണ് ക്ലാസൻ. IPL സൺറൈസേഴ്സ് ഹൈദരാബാദ് വരുന്ന സീസണിലും ക്ലാസിനെ നിലനിർത്തിയിട്ടുണ്ട്. സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ ആക്രമിക്കുന്ന ക്ലാസൻ നിലവിൽ എല്ലാ ബൗളർമാരും പേടിക്കുന്ന ബാറ്ററാണെന്ന് പറയാം. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ താരങ്ങളിൽ ഭയക്കുന്ന ആ താരം ആരാണെന്ന് ക്ലാസൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഋഷഭ് പന്തുമൊന്നുമല്ല. നിലവിലെ T20 ഇതിഹാസം സൂര്യകുമാർ യാദവാണെന്നും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിട്ടുള്ള താരം സൂര്യയാണെന്നുമാണ് ക്ലാസൻ പറയുന്നത്. AB ഡിവില്ലിയേഴ്സിനേക്കാളും മികച്ച സ്കൂപ്പ് ഷോട്ട് സൂര്യയുടേതാണെന്നും സൂര്യയുടെ പ്രകടനത്തെ ഭയക്കുന്നുണ്ട് എന്നുമാണ് ക്ലാസൻ പറഞ്ഞത്. നിലവിലെ ഏറ്റവും മികച്ച T20 ബാറ്റർമാരിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ്. അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന ബാറ്ററാണ് സൂര്യ. മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ട് പായിക്കുന്ന സൂര്യ ഡിവില്ലിയേഴ്സിനെ പോലെ 360 ഡിഗ്രി ഷോട്ട് പായിക്കാൻ ശേഷിയുള്ള ആളാണ്. ഏത് ബോളറെയും ഭയമില്ലാതെ ആക്രമിക്കാൻ സൂര്യയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ T20 നായക സ്ഥാനത്തേക്ക് എത്തിയ ശേഷവും സൂര്യ തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വ്യക്തിഗത നേട്ടങ്ങൾ നോക്കാതെ കടന്നാക്രമിച്ചു കളിക്കാൻ സൂര്യകുമാർ യാദവിന് കഴിവുണ്ട്. T20 ഫോർമാറ്റിൽ കടന്നാക്രമിച്ചു കളിക്കുന്ന താരങ്ങൾക്ക് വലിയ സ്ഥിരതയോടെ കളിക്കുകയെന്നത് വലിയ പ്രയാസമാണ്. എന്നാൽ ആക്രമണത്തോടൊപ്പം തന്നെ സ്ഥിരതയോടെ കളിക്കാനും കഴിവുള്ളവനാണ് സൂര്യകുമാർ യാദവ്. IPL ഏറെ നാളുകളായി സജീവമായിരുന്നുവെങ്കിലും 2021 സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചത്. 76 മത്സരങ്ങളിൽ നിന്നായി 2569 റൺസാണ് സൂര്യകുമാർ നേടിയിട്ടുള്ളത്. 168 മുകളിലാണ് സൂര്യയുടെ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത്. 2024 T20 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിച്ചത് സൂര്യയുടെ മികവാണ്. ബൗണ്ടറി ലൈനിൽ അരികിൽ സൂര്യകുമാർ യാദവ് നടത്തിയ തകർപ്പൻ ക്യാച്ചിലൂടെയായിരുന്നു അന്ന് ഇന്ത്യയെ വിജയത്തിലെത്താൻ കാരണമായത്. രോഹിത് ശർമ്മ T20 നിന്ന് വിരമിച്ചതോടെയാണ് ഇന്ത്യയുടെ T20 നായകസ്ഥാനം സൂര്യകുമാർ യാദവിന് ലഭിച്ചത്. സൂര്യയ്ക്ക് കീഴിൽ ഇന്ത്യ മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത്. ശ്രീലങ്കയിൽ T20 പരമ്പര തൂത്തുവാരിയ ഇന്ത്യ ആ ഒരു മികവ് ദക്ഷിണാഫ്രിക്കയിലും ആവർത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യ നിലവിൽ ദക്ഷിണാഫ്രിക്കൻ പരമ്പര കളിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ 61 റൺസിന് ജയിച്ച ഇന്ത്യ 2ാം മത്സരത്തിൽ 3 വിക്കറ്റിന് പരാജയപ്പെടുകയായിരുന്നു. ഇതോടെ 4 മത്സര പരമ്പരയിൽ നിലവിൽ 1-1 എന്ന നിലയിലാണ്. ശേഷിക്കുന്ന 2 മത്സരത്തിലും ജയിച്ച് പരമ്പര നേടാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. എന്നാൽ സൂര്യകുമാറിന് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് ഉറപ്പാണ്. 3ഉം 4ഉം മത്സരത്തിൽ ജയിച്ച പരമ്പര നേടിയെടുക്കാൻ ഇന്ത്യക്കാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2ാം T20 ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിക്ക് നേരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ 3ാം മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് സൂര്യകുമാർ യാദവിന്റെ അഭിമാന പ്രശ്നമാണെന്ന് തന്നെ പറയാം. ക്ലാസിനെ പൂട്ടാൻ സൂര്യകുമാർ യാദവ് ഏത് തന്ത്രമാകും മെനയുക എന്നതാണ് കണ്ടറിയേണ്ടത്. ആദ്യ 2 മത്സരത്തിലും വരുൺ ചക്രവർത്തിയാണ് ക്ലാസിനെ പുറത്താക്കിയത്.